ആഹാ, രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞ ആളാ. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഞാൻ വിചാരിച്ചു നീ ഉണർന്ന് റെഡിയായി കാണുന്നു. എന്തു പറ്റി ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ? മാളു, മാളു, ഈ പെണ്ണ് ഇതെന്തുറക്കോ ഒന്ന് എഴുന്നേറ്റേടി. മാളു, 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 മോളെ, മാളു, ഡി എന്തു പറ്റി? അയ്യോ മാളു, മോളെ, മുരളീട്ടാ, അമ്മേ, ഒന്ന് വേഗം വാ. അയ്യോ മാളു, അയ്യോ മുരളീട്ടാ, വേഗം വാ. അശ്വതി, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് അറിയത്തില്ല മോളെ. അശ്വതി, അശ്വതി, എന്താ പറ്റിയേ? അയ്യോ, എന്താ അമ്മേ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? മോളെ, മാളു, നിങ്ങൾ എടുക്ക് മോളെ. അയ്യോ സിസ്റ്ററെ, എന്റെ കുഞ്ഞ്. നിങ്ങൾ ബഹളം വെക്കാതിരിക്കുക. സ്റ്റെല്ല മേഡം ഇപ്പൊ എത്തും. പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്താ പെട്ടെന്നുണ്ടായത്? എന്താന്നറിയില്ല ഡോക്ടർ. രാവിലെ റൂമിൽ ചെന്ന് നോക്കുമ്പോ മാളു ബോധം കെട്ട് കിടക്കുന്നതാ കണ്ടത്. നല്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. കുട്ടി എവിടെയെങ്കിലും വീഴോ മറ്റോ ചെയ്തോ? ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. രാത്രി അവൾ ഉറങ്ങാൻ പോകുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്തായി? ബ്ലീഡിംഗ് സീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ബ്ലീഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ. ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കണേ. എന്നാലും ഇതെന്തു പറ്റിയതാ മോളെ? ഇന്നലെ ഒരു കുഴപ്പവും ഇല്ലാതെ ഉറങ്ങാൻ പോയ കൊച്ചല്ലേ. അമ്മയൊന്ന് സമാധാനിക്ക. ഡോക്ടർ എത്തിയില്ല എന്തായാലും. മോളെ, നിന്നോട് ഇതൊക്കെ നേരത്തെ തന്നെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. നിള അതിനെ എന്നെ നിർബന്ധിച്ചതുമാണ്. പക്ഷേ നീ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുകൂടെ അറിഞ്ഞാ നിനക്കത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ കാര്യം നിന്നോട് പറയാതിരുന്നു. പക്ഷേ ഇനിയും നിന്നോടത് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. നീ എന്താ മോളൊന്നും പറയാത്തത്? ഞാനെന്ത് പറയാനേട്ടാ? അപ്പൂന് അങ്ങനെ ചെയ്യാൻ തോന്നിയെങ്കിൽ അതിന് അപ്പൂൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. അതെ, അങ്ങനെ തന്നെ ഞാനും കരുതുന്നത്. അല്ലെങ്കിൽ എത്രയും വേഗം സർജറി നടത്തണമെന്നുള്ളത് അപ്പൂൻ്റെ ആഗ്രഹമായിരുന്നല്ലോ. അത് വേണ്ടെന്ന് വെച്ച് അപ്പു അവിടുന്ന് പോകണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ട്. അച്ഛനിതറിഞ്ഞ അത് മുടക്കാൻ എന്തെങ്കിലും ചെയ്തേക്കൊന്ന് പേടിച്ചിട്ടാവും അപ്പോ തൽക്കാലം മാറി നിൽക്കാന്ന് തീരുമാനിച്ചത്. അതിനൊരു നല്ല സാധ്യതയുണ്ട്. പക്ഷേ അതിനിങ്ങനെ ആരോടും പറയാതെ തനിച്ചൊരു നീക്കം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനപ്പു തനിച്ചല്ലോ, ആ കുട്ടിയുടെ അമ്മാവനും കൂടി ചേർന്നെടുത്ത തീരുമാനമാവൂ ഇത്. നന്ദേട്ടൻ പറഞ്ഞതുപോലെ അപ്പൂന് ഇവളോടെങ്കിലും അതേപ്പറ്റി സൂചിപ്പിക്കായിരുന്നു. അപ്പോൾ എന്തായാലും നിന്നോടത് പറയാതിരിക്കൊന്നുമില്ല. എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്തിട്ട് പറയാമെന്ന് കരുതിയിരിക്കാവും. ഏതായാലും നിന്നെ 2 ദിവസത്തിനകം അപ്പു കോണ്ടാക്ട് ചെയ്തിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. നീ വിഷമിക്കണ്ട മോളെ. എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ. എവിടെ ആയാലും അപ്പു വിചാരിച്ച പോലെയൊക്കെ നടക്കണേന്നാ എന്റെ പ്രാർത്ഥന. അപ്പു അമ്മാവനോടൊപ്പമാണ് പോയെന്ന് നന്ദേട്ടന് ഉറപ്പുണ്ടോ? അത് പിന്നെ ഉറപ്പാണെന്ന് ചോദിച്ചാൽ 99% അമ്പിസാറും അപ്പവും ഒരുമിച്ചുണ്ടാവാനാണ് സാധ്യത. നീ എന്താ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. ഞാൻ കരുതിയത് നന്ദേട്ടൻ ഈ കാര്യം പറയുമ്പോ അവൾ ആകെ കരച്ചിലും ബഹളമായിരിക്കുന്ന. പക്ഷേ ആള് വളരെ ശാന്തമായിട്ടാണല്ലോ റിയാക്ട് ചെയ്തത്.
പുറമേ ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൾ ആകെ ഷോക്ക്ഡാണെന്നുള്ള. ഒരുപാട് സങ്കടം തോന്നിയാൽ ആരെയും അറിയിക്കാതെ സപ്രസ് ചെയ്യുന്നതാണ് പണ്ടേ അവളുടെ ശീലം. അവളുടെ ഈ മൗനം ഇത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റില്ല. ശ്ശേ, എന്ത് സ്വഭാവം ഈ അപ്പൂന്റെ? കാര്യം എന്താന്ന് പറഞ്ഞില്ലെങ്കിലും എങ്ങോട്ടാ മാറുന്നത് എന്തെങ്കിലും ആ കുട്ടിക്ക് ഇവളോടൊന്ന് പറയായിരുന്നില്ലേ? 1-2 ദിവസത്തിനകം അപ്പൂൻ്റെ ഒരു കോൾ, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും ഒരു സൂചന. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായില്ലെങ്കിൽ ആതിരയുടെ കാര്യത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിച്ചേക്കും. അവളെ അതെങ്ങനെയാവും ബാധിക്കുക എന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലെന്നുള്ള. നന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അപ്പൂനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടാതിരിക്കില്ല. ഏതായാലും നിള അവൾക്കൊപ്പം തന്നെ ഉണ്ടാവണം. വല്ലാത്തൊരു ഡിപ്രഷൻ മൂഡിലാണ് അവളിപ്പോ. നന്നായി മാനേജ് ചെയ്തില്ലെങ്കിൽ അതൊന്നും ഓർത്ത് നന്ദേട്ടൻ വിഷമിക്കണ്ട. ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാൻ അവൾക്കൊപ്പം തന്നെ ഉണ്ടാവും. അവളെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചു നേരം ആയല്ലോ അശ്വതി. ഇതുവരെ ആരെയും പുറത്തേക്ക് കണ്ടില്ലല്ലോ. ഇനി ചിലപ്പോ ഓപ്പറേഷനോ മറ്റോ വേണ്ടി വരുമോ? മുരളിയോട് നേഴ്സ് അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? ചിലപ്പോഴേ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. മുരളിയേട്ടൻ ബ്ലഡിന്റെ കാര്യം അറേഞ്ച് ചെയ്യാൻ പോയിരിക്കാം. എന്റെ ദൈവങ്ങളെ, കുഴപ്പമില്ലാതെ തള്ളയും കുഞ്ഞിനെ ഇങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു. ഓഹ്, എന്തൊരു അപശകുനം പിടിച്ച ദിവസമായിപ്പോയി ഇത്. രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ കൊച്ചിന്റെ മുറി പോയി നോക്കിയാൽ മതിയായിരുന്നു. അല്ല, അത് കഴിഞ്ഞാണോ ഇത് സംഭവിച്ചതെന്ന് ആർക്കറിയാം? ആ, ടീച്ചർ വന്നു. എന്താ അശ്വതി, എന്താ ഉണ്ടായത്? അവൾക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയില്ല ടീച്ചറെ. രാവിലെ ഞാൻ ചായയുമായി ചെന്നവളെ വിളിച്ചപ്പോ ബെഡിൽ ബോധം കെട്ടി കിടക്കുന്നതാ കണ്ടത്. ബ്ലീഡിംഗ് അപ്പോഴും ഉണ്ടായിരുന്നോ? ഡോക്ടർ എന്താ പറഞ്ഞേ? സ്റ്റെല്ല ഡോക്ടർ വന്നോ? ഡോക്ടർ ലേബർ റൂമിലേക്ക് കയറിയിട്ട് കുറച്ചു നേരമായി. ഇനി സർജറി വല്ലതും വേണ്ടി വരുമോ? ഏയ്, സർജറിയുടെ കാര്യമൊന്നും ഇല്ല ഇതിന്. മുരളി എവിടെ അശ്വതി? ബ്ലഡിന്റെ കാര്യം അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. മുരളിയേട്ടൻ അതിനുവേണ്ടി പോയിരിക്കുക. മാളൂന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്തായിരുന്നു കാരണം? ഇന്നലെ വീട്ടിൽ വെച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ? വീട്ടിൽ വെച്ച് പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാനാ ടീച്ചറെ? അവിടെ വെച്ച് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ നല്ല പൊന്നുപോലെയാ ഞങ്ങളുടെ കൊച്ചിനെ നോക്കുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചത് ഇന്ദിരാമേ. ഇന്നലെ വൈകിട്ട് ഞാനും ജോബിനും ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും അവള് നല്ല ഹാപ്പി ആയിട്ടാണല്ലോ സംസാരിച്ചത്. തനിച്ചു പോകണ്ടെന്ന് നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടാ ഇന്നലെ വരാത്തതെന്നും പറഞ്ഞു. രാവിലെ അച്ഛനോടൊപ്പം വരാന്നും പറഞ്ഞതാ. അതെ, അങ്ങനെയായിരുന്നു ഞങ്ങളും പ്ലാൻ ചെയ്തിരുന്നത്. മാളു നേരത്തെ ഉണരുന്നതായിരുന്നു പതിവ്. രാവിലെ ഉണരാൻ ലേറ്റ് ആവുന്നത് കണ്ടിട്ടാ ഞാൻ കോഫിയുമായി റൂമിലേക്ക് ചെന്നത്. അപ്പോഴാ അവളെ ഈ കണ്ടീഷനിൽ കണ്ടത്. രാത്രിയിൽ സന്തോഷമായിട്ട് കളിച്ച് ചിരിച്ച് ഉറങ്ങാൻ പോയ കൊച്ചായിരുന്നു. നേരം വെളുക്കുമ്പോൾ അവളെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്റെ ഈശ്വര, എന്റെ കൊച്ചിനൊന്നും വരുത്തരുത്. ആ, ഡോക്ടർ, മാളൂന് എങ്ങനെയുണ്ട്? കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എന്തായാലും മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഡോക്ടർ, എന്താ ശരിക്കും മാളൂന് സംഭവിച്ചത്? അതിനെക്കുറിച്ച് അവൾ എന്തെങ്കിലും പറഞ്ഞോ? നോ, പേഷ്യന്റ് ഇപ്പോഴും സെഡേഷനില്ല. എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വീഴ്ചയോ മറ്റു ക്ഷതങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും സ്ട്രെസ് ആവാൻ റീസൺ എന്ന് തോന്നുന്നു. അങ്ങനെ കടുത്ത മെന്റൽ സ്ട്രെസ് ഉണ്ടാകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ, അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. വൈകിട്ട് ട്രാവലിംഗ് എന്തെങ്കിലും? ഇല്ലില്ല, മാളു ഇന്നലെ വീട് വിട്ട് എങ്ങും പോയിരുന്നില്ല. തനിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ അവളെ ഇന്നലെ ടീച്ചറിന്റെ വീട്ടിലേക്ക് വിടാഞ്ഞത്. ഇതൊക്കെ ഒരു കാരണമാകാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇതൊക്കെ ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഡോക്ടർ, ഞങ്ങൾക്ക് മാളൂനെ ഒന്ന് കാണാൻ. സോറി, ഈ സമയത്ത് വിസിറ്റേഴ്സിനെ ഒരിക്കലും അലോ ചെയ്യാൻ പറ്റില്ല. കണ്ടീഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പേഷ്യന്റിനെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും. അപ്പോൾ കാണാം. ഓക്കെ? ആ, ടീച്ചർ ഒന്ന് വരൂ.
അപ്പൊ കൊച്ചിന് ഇതുവരെ ബോധം വീണില്ലെന്നാണോ അവര് പറഞ്ഞത്? മയക്കത്തിലാ. അതെന്താ ടീച്ചറിനെ മാത്രം വിളിച്ച് സ്വകാര്യം പറയുന്നത്? നമ്മളെന്താ പുറംനാട്ടുകാരാണോ? എനിക്കിതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. അവളുടെ കാര്യം ആദ്യം അറിയേണ്ടത് നമ്മളല്ലേ? എന്താ ഡോക്ടർ, മാളവികയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ബ്ലീഡിംഗ് ഇഷ്യൂസ് ഒക്കെ മാറിയിട്ടുണ്ട്. പേഷ്യന്റ് ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ എന്ന് പറയാം. പക്ഷേ പിന്നെന്താ ഡോക്ടർ? മാളവിക ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ കണ്ടീഷൻ വളരെ റിസ്കി ആയിരുന്നു. ഉവ്വ്, മുരളിയും അശ്വതയും പറഞ്ഞിരുന്നു. അമ്മയും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞിനെ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. വൈകുന്ന ഓരോ നിമിഷവും മാളവികയുടെ ജീവൻ കൂടി അപകടത്തിലാവുന്ന കണ്ട് പിന്നെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അറ്റ് പ്രസന്റ് പേഷ്യന്റിനോട് ഇത് റിവീൽ ചെയ്യാൻ പറ്റില്ല. മാളവിക കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇക്കാര്യം അവളെ അറിയിക്കുന്നതായിരിക്കും സേഫ്. ടീച്ചർ തന്നെ എല്ലാവരോടും ഈ വിവരം സൗകര്യം പോലെ പറഞ്ഞാൽ മതി. ആ, 1-2 ദിവസത്തേക്ക് മാളവിക ഇത് അറിയാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഡോക്ടർ, ജോബിൻ അവനോട് ഇക്കാര്യം പറഞ്ഞോ? എന്നെ വിളിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യം ജോബിനെ അറിയിച്ചിട്ടില്ല. ടീച്ചറിനോട് ആദ്യം പറയാമെന്ന് കരുതി. എത്രയൊക്കെ ആയാലും ജോബിന് ഇത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാവുമെന്ന് എനിക്കറിയാം. ടീച്ചറായിട്ട് എന്നെ ഒരു സൂചന കൊടുക്കും. ഡീറ്റെയിൽസ് പിന്നെ ഞാൻ ബ്രീഫ് ചെയ്തോളാം. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്കൂ ടീച്ചർ. ജോബിൻ. ആ മമ്മി, മാളൂന് എങ്ങനെയുണ്ട്? അവൾ ഓക്കെ അല്ലേ? ഹലോ മമ്മി, കേൾക്കുന്നില്ലേ? മാളൂന് എങ്ങനെയുണ്ട് മമ്മി? ആ ജോബിൻ, കേൾക്കുന്നുണ്ട്. മാളു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ സ്റ്റെല്ല മാഡത്തിനെ വിളിച്ചിരുന്നു. മാളൂന്റെ കണ്ടീഷൻ ബെറ്റർ ആയെന്ന് പറഞ്ഞു. ഡോക്ടർ സംസാരിച്ചിരുന്നു. മമ്മി മാളൂനെ കണ്ടോ? ഇല്ല മോനെ, കണ്ടില്ല. ആ, വിസിറ്റേഴ്സിനെ കുറച്ചുകൂടെ കഴിഞ്ഞേ അനുവദിക്കുള്ളൂ. അവിടെ ആന്റി അങ്കിളൊക്കെ ഇല്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്താ മമ്മി ശബ്ദം വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ജോബിൻ. ഞാൻ മാളുവിന്റെ. അവളുടെ കാര്യോർത്ത് മമ്മി വിഷമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. ശരി ജോബിൻ, ഞാൻ പിന്നെ വിളിക്കാം. ഇതാ ഞാൻ പോയിട്ട് വരാം. BP എങ്ങോട്ട് പോകുന്നു? അതെന്ത് ചോദ്യാക്കി ഇതാ? രാവിലെ ഞാൻ പറഞ്ഞത് താൻ മറന്നുപോയോ? അപ്പൂനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന കാര്യം. അതിനിറങ്ങിയതാ ഞാൻ. ഇതാ പെറ്റീഷൻ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അയ്യോ, ഇപ്പോഴൊരു കാര്യം ഓർത്തത്, തന്നെ കൂടി സൈൻ വേണമല്ലോ. കാരണം കംപ്ലൈൻറ്റ് നമ്മൾ രണ്ടുപേരും കൂടിയാണല്ലോ കൊടുക്കുന്നത്. ഞാൻ വായിക്കാം. ഇത് മതിയോ അതോ ഇതിലെന്തെങ്കിലും ഇനി ആഡ് ഓൺ ചെയ്യണമെന്ന് നോക്കണേ. വായിക്കാം. സർ, ഞങ്ങളുടെ മകൾ അപൂർവ വിജയ്, അപ്പു ബ്രാക്കറ്റിലാണ്, കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് വീട്ടിൽ നിന്നും കാണാതായിരിക്കുകയാണ്. എൻ്റെയോ ഭാര്യയുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ
മേൽപ്പറഞ്ഞ അപൂർവ വിജയ് സ്വന്തം താല്പര്യപ്രകാരം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ ഏക മകളെ കാണാതായതിൽ ഞാനും എൻ്റെ ഭാര്യയും അതീവ ഉത്കണ്ഠാകുലരാണ്. അവളെ എത്രയും വേഗം കണ്ടെത്തി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയെന്ന്. അതുപോലെ ഗീത, BP ഇത് നിർത്തുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട. BP ഇത് എങ്ങും കൊടുക്കാനും പോകുന്നില്ല. കൊടുക്കാൻ പോകുന്നില്ലെന്നോ? അതെന്താ ഗീത തന്നെ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പെറ്റീഷൻ കൊടുക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്ന് ഞാനും കൂടി അറിയണല്ലോ. അവളൊരു പെൺകുട്ടിയല്ലേ, അപ്പൊ എന്താ സംഭവിച്ചത് ഞാൻ കൂടി അറിയണ്ടേ? അപ്പൊ ഒരു പെൺകുട്ടി അല്ല, അത് VPക്ക് ഇപ്പൊ അറിയാലോ. ഓ അങ്ങനെ. എന്നാലും നിലവിൽ അവളൊരു പെൺകുട്ടിയാണല്ലോ. അല്ല, തിരുത്തണേ തിരുത്താട്ടോ. അല്ല, എന്താ പെറ്റീഷൻ കൊടുക്കണ്ടെന്നാ പറഞ്ഞത്? അതിന്റെ ആവശ്യമില്ലാത്തോണ്ട് തന്നെ. എന്ന് വെച്ചാ അപ്പൊ മിസ്സിംഗ് അല്ലെന്നാണോ? അതോ അവൾ എവിടെ ഉണ്ടെന്ന് തനിക്ക് അറിയാമെന്നാണോ? എങ്കിലും അത് പറ. അല്ലാതെ മനഃപൂർവ്വം ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? കമോൺ ഗീത, എനിക്കിതിന് വ്യക്തമായൊരു ഉത്തരം വേണം. അപ്പു എവിടെ ഉണ്ടെന്ന് തനിക്ക് അറിയാമോ ഇല്ലയോ? പറയൂ. പറയടോ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ പെറ്റീഷൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞതിലെ യുക്തി എന്താണ്? അപ്പു എവിടെയുണ്ടെന്ന് അവളുടെ രക്ഷകർത്താക്കളായ എനിക്കോ തനിക്കോ അറിയാത്ത സ്ഥിതിക്ക് അവളുടെ മിസ്സിംഗ് പോലീസിൽ അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതല്ലേ അതിന്റെ യൂഷ്വൽ പ്രൊസീജിയർ. നാളെ കാലത്ത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അല്ല അങ്ങനെ എന്ത് സംഭവിക്കാതിരിക്കട്ടെ, എന്നാലും നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഉണ്ടായാൽ മകനാവാൻ നടക്കുന്ന മകൾ വീട്ടിൽ നിന്നും പോയിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടുപേരും ആൻസറബിൾ ആണ് ഗീത. ദീപിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ മോളെ അപ്പുനെ. ഒന്നുകിൽ അവൾ എവിടെ ഉണ്ടെന്ന് താൻ എന്നോട് പറയണം, അല്ലെങ്കിൽ ഈ പെറ്റീഷൻ വായിച്ച് ഇതിലൊന്ന് സൈൻ ചെയ്തേക്കണം. ഈ രണ്ട് ഓപ്ഷനെ തന്റെ മുന്നിലുള്ള ഗീത. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ ഗീത? അല്ലേ? ശരി. എന്താ അശ്വതി ഇത്? ഈ സമയത്ത് നമ്മളല്ലേ ബോൾഡായിട്ട് നിൽക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ തളർന്നു പോയാൽ മാളുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈശ്വര, എന്റെ കുഞ്ഞെന്തോരം ആഗ്രഹിക്കാൻ സ്വപ്നം കാണുകയൊക്കെ ചെയ്തത് അതിനോട് ഈ കൊടും ചതി ചെയ്തല്ലോ. അല്ല ടീച്ചറെ, ഇതിനിപ്പോ ഡോക്ടറുടെ കൈപ്പഴ മറ്റോ ആണോ? അങ്ങനെയൊന്നും പറയില്ല ഇന്ദിരാമേ. ഡോക്ടർ സ്റ്റെല്ല എന്നോട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇവിടെ വന്നപ്പോ അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. കുഞ്ഞിനെ സേവ് ചെയ്യാൻ അവർ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ ഇനിയും റിസ്ക് എടുത്താൽ അത് മാളുവിന്റെ കാര്യം കൂടി കുഴപ്പത്തിലാകുന്ന കരുതിയാ അവർക്ക് അബോർട്ട് ചെയ്യേണ്ടി വന്നത്. മുരളിയേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്താ അവളോട് പറയാ? ഞാനും അതേപ്പറ്റി തന്നെ ആലോചിക്കുന്നേ. അവളിത് അറിഞ്ഞിട്ടുണ്ടാവോ ടീച്ചറെ? ഇല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാളുവിൽ നിന്നും ഇത് തൽക്കാലം മറച്ചു വെക്കാനാ ഡോക്ടറും പറയുന്നത്. ഇത്രയും വീക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു സങ്കടം കൂടി അറിയുമ്പോൾ അവൾ ആകെ തളർന്നു പോകും.